വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കശ്മീരിൽ ഒരു വമ്പൻ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം വലിയ നടപടികളിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് അസന്നിഗ്ധമായി സേനകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പാകിസ്ഥാന്റെ കരങ്ങൾ ഇതിനു പിന്നിലുണ്ട്. ആണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പങ്ക് നമ്മുടെ സേനകൾക്ക് കിട്ടിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ പാകിസ്ഥാന് പിഴച്ചത് എന്ന് നമുക്ക് തോന്നുന്നത് പാകിസ്ഥാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയാണ് എന്ന് വിചാരിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്ന് കയറി മാന്തിയത് എന്നുള്ളതാണ് വിദഗ്ധരെ പറയുന്നത്. പ്രധാനമായും നമുക്കറിയാം, പുൽവാമയിൽ ആക്രമണം നടന്നപ്പോഴും ഉറിയിൽ ആക്രമണം നടന്നപ്പോഴും എല്ലാം നരേന്ദ്രമോദി അധികാരത്തിലേറിയ സമയമായിരുന്നു. ആ സമയത്ത് ഒരു അറ്റാക്ക് നടത്തിയപ്പോൾ, നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് ടേം ഭരണത്തിൽ ഒരു അറ്റാക്ക് നടത്തിയപ്പോൾ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പാകിസ്ഥാൻ അത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സകല ലോക രാജ്യങ്ങളും ഇന്ത്യക്ക് പിറകിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് പാകിസ്ഥാൻ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ പാകിസ്ഥാൻ ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇതുവരെ കശ്മീരിന്റെ താഴ്വരയിൽ നിന്ന് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം പാകിസ്ഥാൻ കേട്ടിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ ഭീകരവാദികൾ പോലും അത് അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. കശ്മീരിലെ സകല പള്ളികളും ആ പള്ളികളുടെ ഉച്ചഭാഷണികളിലൂടെ ജുമാ നമസ്കാരത്തിന് ശേഷം ഇവന്മാർ, അതായത് പാകിസ്ഥാനും ഈ തീവ്രവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് നാല് സൈഡും ബാങ്ക് വിളിക്കുന്നതിന് പകരം അവിടെയുള്ള മുസ്ലിങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ മുർദാബാദ്, ഇവന്മാരെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നരേന്ദ്രമോദിയിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആണൊരുത്തൻ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഭീകരവാദികളോടൊക്കെ പോടാ പുല്ലേ എന്ന് പറയാൻ കെൽപ്പുള്ള ഒരു ജനത തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൗദി ഭരണാധികാരി സംയുക്തമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തുന്നത്. സൗദിയുമായിട്ട് ഇന്ത്യ അടുക്കുന്നതിൽ പാകിസ്ഥാന് വലിയൊരു കെറുവിപ്പ് ഉണ്ട് എന്നുള്ളത് ആദ്യത്തെ കാര്യം. സൗദി ഭരണാധികാരി ചൈന ഒന്നും മിണ്ടുന്നില്ല. കാരണം ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള ശ്രമങ്ങൾ അതിഭീകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ വളരെയധികം ഞെട്ടിപ്പോയി. കാരണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം. പാകിസ്ഥാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും, ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും, കുറച്ച് ഭീകരവാദികളെ തീർക്കും, എന്നിട്ട് അതിന്റെ ഇരവാദം ഞങ്ങൾക്ക് UN പോയി ഉന്നയിക്കാം, ഞങ്ങളെ വെറുതെ അടിച്ചു, പാകിസ്ഥാൻ അത് നിഷേധിച്ചു. പക്ഷേ ഇപ്പൊ കൃത്യമായിട്ടുള്ള തെളിവ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്, പാകിസ്ഥാനിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഭീകരവാദികളുടെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ നിന്നും പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള അമർഷം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 35 വർഷത്തിനിടെ കശ്മീർ സമ്പൂർണ്ണമായിട്ടുള്ള അടച്ചിടലിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ആകപ്പാടെ കുറച്ച് മെഡിക്കൽ ഷോപ്പുകളും കുറച്ച് ആശുപത്രികളും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് സൗദി അറേബ്യ, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, റഷ്യ, അങ്ങനെ സകല രാജ്യങ്ങളും ഇന്ത്യക്ക് പിറകെ അണിനിരന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ ഒന്ന് വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ രാജ്യങ്ങൾ വന്ന് പാകിസ്ഥാനെ അടിച്ചിട്ട് പോകും എന്ന് പറഞ്ഞൊരു സാഹചര്യം. നമുക്ക് ബലാക്കോട്ടിൽ ആക്രമണം നടന്നപ്പോഴും എനിക്ക് തോന്നുന്നു ട്രംപ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് അമേരിക്കയ്ക്ക് പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷെ ഇന്ന് അതില്ല. മൂന്നാമത്തെ ടേമിൽ നരേന്ദ്രമോദി എത്തി നിൽക്കുമ്പോൾ പഴയ മോദിയല്ല എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത്? എന്താണ് അഭിപ്രായം? ഇപ്പോ ഇന്ത്യ നമ്മളിപ്പോ ഈ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട്, അതായത് ഇന്നലെ രാവിലെ ആയിരുന്നു ഈ ആക്രമണം, ഭീകരാക്രമണം. നമ്മൾ വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മളൊക്കെ ആ വാർത്ത അറിയുന്നത് തന്നെ. പിന്നെ ഇന്നലെ രാത്രിയിൽ, ഇന്ന് രാവിലെയായിട്ട് നടന്നതെല്ലാം വളരെ ചടുല നീക്കങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയുടെ. കാരണം ഇന്നലെ രാത്രി തന്നെ അമിത്ഷാ ശ്രീനഗറിലേക്ക് എത്തുന്നു. ഇന്ന് പുലർച്ചെ സൗദി അറേബ്യയുമായിട്ടുള്ള ആ ഒരു സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് മോദി എത്രയും ഡൽഹിയിൽ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ ദേശീയ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവലും ജയശങ്കറും ഒക്കെ ആയിട്ട് വിമാനത്താവളത്തിൽ വെച്ചൊരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരുന്ന ഒരു കാഴ്ച. പിന്നീട് ഇപ്പോൾ നമ്മളിപ്പോ ഓരോ നിമിഷവും നമ്മുടെ രാജ്യത്തിന്റെ മൂവ്മെന്റുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന സാധനം, ഇപ്പോൾ ഇന്ത്യ ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ധനുഷ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും. കാരണം നമ്മൾ ഈ ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിക്കുന്ന നടപടിയുണ്ട് പല രാജ്യങ്ങളും. നമ്മൾ ഈ കാനഡയുടെ ഒക്കെ ഹൈക്കമ്മീഷണർമാരെ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു, അതുപോലത്തെ നടപടിയല്ല. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും തമ്മിൽ പിന്നീട് യാതൊരു ബന്ധവുമില്ല. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിസയൊക്കെ എടുത്തിട്ട് മെഡിക്കലിലും മറ്റും ആശുപത്രിക്കും മറ്റും ചികിത്സയ്ക്കും മറ്റും വരുന്നവരുണ്ടാകും. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ആവശ്യത്തിന് പാകിസ്ഥാൻ, ഇനി അതൊന്നും നടക്കില്ല. നയതന്ത്ര ബന്ധം ഒരു രാജ്യവുമായിട്ട് വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യവുമായിട്ട് ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല. അത് സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളും അറ്റ കൈയായിട്ടാണ് പ്രയോഗിക്കുന്നത്. സാധാരണ ഇപ്പൊ ഒരു രാജ്യമായിട്ട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കമ്മീഷൻ വിളിച്ചു വരുത്തി ശാസിക്കുക, താക്കീത് നൽകുക,
മുന്നറിയിപ്പ് കൊടുക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ ചടങ്ങ്. രണ്ടാമത്തെ ചടങ്ങ് അതും അതേക്കാൾ ഇച്ചിരി കത്തിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക, ഇല്ലെങ്കിൽ അവരെ പിൻവലിക്കുക. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു കേസല്ല. റയറായിട്ട് മാത്രമാണ് ലോകത്ത് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകും. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നത് നമ്മൾ ഇനി അവരുമായി ഒരു ബന്ധവുമില്ല. ഇവിടെ ഇതിനകത്തിപ്പോ ഒരു പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ നമ്മുടെ രാജ്യത്ത് പരിമിതമായ നയതന്ത്ര ബന്ധമേ ഉള്ളൂ. നമ്മുടെ കാശ്മീരിന്റെ 370 വകുപ്പ് നടപ്പാക്കിയപ്പോൾ പാകിസ്ഥാൻ ഇവിടുന്ന് അവരുടെ ഹൈക്കമ്മീഷൻ പോയതാണ്. അപ്പൊ അതിട്ട് അവരുടെ ഒരു ഡെപ്യൂട്ടി ഹൈ കമ്മീഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഡെപ്യൂട്ടിക്ക് അങ്ങനെ വലിയ വിലയൊന്നുമില്ല. പിന്നെ അവരുടെ കുറെ സ്റ്റാഫും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആയതുകൊണ്ട്, കാരണം ഈ പാകിസ്ഥാൻകാർ തന്നെയാണ് നമ്മുടെ ഇവിടുന്നുള്ള ഈ എല്ലാം റദ്ദ് ചെയ്ത് അവന്മാർ തന്നെ പോയത്. ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞപ്പോഴാണ് ഇവർ അവിടുത്തെ നമ്മളോട്ടുള്ള വ്യാപാര കരാറൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് പോയി. അതിന്റെ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ കിടന്നിട്ട്. ഇവർ രണ്ടാമത്തെ ഈ ഹൈക്കമ്മീഷൻ ആർട്ടിക്കിൾ 370 നടപ്പാക്കിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹൈക്കമ്മീഷൻ മാറ്റി, ഹൈക്കമ്മീഷൻ ഇല്ലാതാക്കി. അപ്പൊ ഒരു ഡെപ്യൂട്ടി ഇപ്പോൾ പേരിന് മാത്രം ഒരാൾ, അങ്ങനെ നാമമാത്രമായ ഒരു റിലേഷനേ ഉള്ളൂ നമ്മളിപ്പോ. അത് തോന്നുന്നു. ഒപ്പം തന്നെ സിന്ധു നദീജല കരാർ, അത് എക്കാലവും ഇന്ത്യ പാകിസ്ഥാനിന് ഒരു തീരാ തലവേദനയായി നിൽക്കുന്ന ഒരു വലിയ കരാറായിരുന്നു. അതായത് നമ്മുടെ സിന്ധു നദിയിലേക്ക് പോകുന്ന ജലത്തില് ഇന്ത്യ തടയുന്നു. ഓൾറെഡി ഇന്ത്യ ഡാം കെട്ടുന്നതിനൊക്കെ വലിയ എതിർപ്പ് അവർ നേരത്തെ പ്രകടിപ്പിച്ചു. അപ്പൊ അത് ആ ഒരു കരാർ പുനഃപരിശോധിക്കുമെന്ന് കൂടി ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കോ എയർ സ്ട്രൈക്കോ അല്ല ഉദ്ദേശിക്കുന്നത്. പകരം ശക്തമായ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു രാജ്യത്ത് ഈ യുദ്ധ സമാനമായ സാഹചര്യം വരുമ്പോഴാണ് ധനുഷ് നേരത്തെ പറഞ്ഞക്ക് ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഒരു സ്ഥലം, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഏരിയ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണ്. സാധാരണഗതിയിൽ ഈ നമ്മൾ ചെയ്യുന്ന പണി പരിമിതപ്പെടുത്തും. 3-4 പേരെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പിൻവലിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇത് മുമ്പ് നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നയതന്ത്ര ബന്ധം പിൻവലിക്കുകയാണ് പൂർണ്ണമായി തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും സ്വാഭാവികമായി തന്നെ അത് നമ്മളൊരു വലിയ തിരിച്ചടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് എയർ സ്ട്രൈക്ക് ആയിരിക്കത്തില്ല, സർജിക്കൽ സ്ട്രൈക്കോ ആയിരിക്കത്തില്ല, നല്ല ഒരു കരയുദ്ധം തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് പോകുന്നു. എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഇന്ത്യൻ സേന പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സ് പറയുന്നത്. കാരണം ഇപ്പോഴിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത നമ്മൾ കാണുന്നത് 42ഓളം ലോഞ്ചിങ് പാഡുകൾ ഈ പാക് അധിനിവേശ കാശ്മീരിലുണ്ട്. ഈ ഭീകരരെ കടത്തിവിടുന്ന ലോഞ്ചിങ് പാഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭീകരരും മറ്റും അവിടെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രദേശം ഒരുപക്ഷെ ഇന്ത്യൻ സേന തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ തിരിച്ചടി വൈകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്ക് എതിരെയുള്ള തെളിവുകളെല്ലാം നമുക്ക് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇത് ലോകത്തിന് മുമ്പിൽ നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ ടൈം എടുക്കുന്നത്. എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് മോദി അടിക്കാത്തത്, തിരിച്ചടിക്കാൻ മേലെന്ന് ചോദിക്കും. നമ്മുടെ ഈ നാട്ടുമ്പുറത്ത് നടക്കുന്ന തല്ല് പോലെ അല്ലല്ലോ അത്, രാജ്യങ്ങൾ തമ്മിലുള്ള തല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ, എവിഡൻസുകൾ എല്ലാം കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ലോകം ചോദിക്കുന്നതാണ്. നിങ്ങൾ എന്തിനു ആവശ്യമില്ലാതെ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ വിടുന്നുണ്ട് പറയാം ഭീകരവാദികൾക്ക് പിന്നെ പാകിസ്ഥാൻ ആണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള തെളിവുകളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഇപ്പോൾ തന്നെ കുറെ തെളിവുകൾ ഇന്ത്യ പുറത്ത് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സൂത്രധാരൻ ആരാണെന്ന് പുറത്ത് വിട്ടിരിക്കുന്നു. ഒപ്പം അതിന്റെ പ്ലാനിങ് നടന്ന എവിടെയാണെന്ന് വിട്ടിരിക്കുന്നു. ഇനി അതിന്റെ എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ട് ഒരുപക്ഷെ നാളെയോ മറ്റോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ എവിഡൻസിന്റെ ഒരു ഡീറ്റെയിൽസ് നൽകുമായിരിക്കും, ബ്രീഫിംഗ് നൽകും. എവിഡൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഇപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ പുറത്ത് വന്നതിൽ ഇന്റലിജൻസുകാർക്ക് റിപ്പോർട്ട്, കാരണം വിജയ് ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കേട്ടിട്ടുണ്ട്, അതായത് ഈ ഭീകരവാദികൾ 100 അറ്റാക്ക് നടത്തുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും ഒരു അറ്റാക്ക് സക്സസ് ആയാൽ മതി, അവർ ഹാപ്പിയാണ്. പക്ഷേ ഈ ഇന്റലിജൻസ് ആണെങ്കിൽ ഈ 100 അറ്റാക്ക് തടയുമ്പോൾ ഏതെങ്കിലും ഒരു അറ്റാക്ക് തടയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് ഇന്റലിജൻസ് ഫെയിലിയർ ആയിട്ട് അത് അതിഭീകരമായിട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ നമ്മുടെ ഇന്റലിജൻസ് ഈ പഹൽഗാമിലടക്കം അല്ലെങ്കിൽ അമിത്ഷാ അടക്കം ഈ നോർത്ത് കശ്മീരിലൊക്കെ അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് യോഗങ്ങളൊക്കെ കൂടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിലുണ്ടായിരുന്നു ഈ സംഭവം. ആ സമയത്ത് അമിത്ഷായെ വധിക്കാനും അമിത്ഷാ 2 യോഗം കൂടി വധിക്കാനൊക്കെ പദ്ധതി ഇട്ടിരുന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കിയില്ല. അമിത്ഷാ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ അയ്യോ ഭയങ്കരമായിട്ടുള്ള വാർത്തയാണ്. പക്ഷെ അത് ഇന്റലിജൻസിന്റെ വലിയൊരു ഗുണമാണ്. സീരിയസ്ലി അത് ഇന്റലിജൻസ് അത് പൊളിച്ചു കളഞ്ഞു. കാരണം ഇല്ലെങ്കിൽ അമിത്ഷായെ അങ്ങനെ
ടാർഗറ്റ് ചെയ്തിട്ട് അത് നടക്കാത്തത് കൊണ്ടാണ് അവിടെ പാവപ്പെട്ട സാധാരണക്കാരുടെ നെഞ്ചിലേക്ക് അവർ നിറയൊഴിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. പോരാത്തതിന് കറാച്ചിയിൽ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്തതിന്റെ തെളിവുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 3 ഭീകരന്മാരുടെ രേഖാചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ TRFന്റെ തലവൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടെ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ അസീം മുനീർ എന്ന് പറയുന്ന നമ്മുടെ ഈ കരസേനാ മേധാവി ഉണ്ടല്ലോ, ഇന്ത്യയിൽ കശ്മീർ എന്ന് പറയുന്നത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ അയാളും ഇയാളും തമ്മിലുള്ള സകലമായിട്ടുള്ള തെളിവുകളും ഇന്ത്യ സമ്പൂർണമായിട്ട് ശേഖരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊരു കരയുദ്ധത്തിലേക്ക് പോകും എന്നാണോ ബിജു ചേട്ടൻ പറയുന്നത്? മൊത്തത്തിൽ ഇതൊരു കരയുദ്ധത്തിലേക്ക് പോകുന്ന സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം നരേന്ദ്രമോദി ഈ നമ്മുടെ ഇതിനു മുമ്പ് ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ട്രംപ്, അത് വലിയ വൈറലായ വീഡിയോ ആണ്. അത് ട്രംപിനോട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമപ്രവർത്തകർ വെച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരാന്ന് ചോദിച്ചപ്പം അത് നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഈ ഇൻസിഡന്റ്, അതായത് നമ്മുടെ വിംഗ് കമാൻഡർ അദ്ദേഹത്തെ ബാലക്കോട്ട് അദ്ദേഹത്തെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരുന്നല്ലോ. പിടിച്ചു വെച്ചപ്പോൾ വിട്ടുതരാൻ പറഞ്ഞു. അപ്പം ട്രംപ് ഇടപെട്ടിട്ട് വെച്ചു, ഞാൻ ഇടപെടണം, ഞങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രമാണ് പാകിസ്ഥാൻ, ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം വെച്ചപ്പോൾ നരേന്ദ്രമോദി അഭിനന്ദ വർത്തമാനായിരുന്നു. അപ്പോ ആ ഒരു സമയം ഭയങ്കര ടെൻഷനായിരുന്നു. യുദ്ധം തന്നെ നടക്കുമോ എന്നുള്ളൊരു അന്തരീക്ഷത്തിലായിരുന്നു. ട്രംപ് ചോദിച്ചിരുന്നു മോദിയോട്, ഞങ്ങൾ സംസാരിക്കണം വെച്ചാൽ വേണ്ട, എനിക്കത് കൈകാര്യം ചെയ്യാറ്, ഞാൻ അവന്മാരെ തീർത്ത് കളയും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഈ അതേപോലത്തെ ഒരു അറ്റാക്ക് ഇപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് നമുക്കൊരു അർബുദമാണ്. കാരണം ഇത് പിന്നെ ഇന്ത്യ പഴയ ഇന്ത്യയുമല്ല, നരേന്ദ്രമോദി പഴയ നരേന്ദ്രമോദി. ബാലക്കോട്ട് മുറിയിലുമൊക്കെ നരേന്ദ്രമോദി ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത്രയും പിന്തുണ നരേന്ദ്രമോദിക്ക് ഇല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇന്ത്യ അങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് ഇന്ത്യക്കാർക്ക് പോലും വിശ്വാസമില്ലാത്തൊരു കാലത്താണ് നരേന്ദ്രമോദി അത് ചെയ്യുന്നത്. കാരണം കാലാകാലങ്ങളിലായി ഇന്ത്യയിൽ ടെറർ അറ്റാക്കുകൾ നടക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ, പ്രധാനമന്ത്രിമാരൊന്നും കുറെ ഡയലോഗുകൾ അടിക്കുമെന്നല്ല, അതിനപ്പുറത്തെ കൂടെ ആക്ഷനിലേക്ക് പോയിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി ആക്ഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അറ്റാക്ക് ബാലക്കോട്ടിലും ഉറിയിലും ഒക്കെ നടത്തും ഇന്ത്യ എന്നൊരു എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പാകിസ്ഥാൻ ഈ അറ്റാക്ക് നടത്തിയിട്ട് ഈ പാകിസ്ഥാൻ എന്തുകൊണ്ട് അതിർത്തികളൊക്കെ ഒഴിപ്പിക്കുന്നത്, അവരുടെ വ്യോമമേഖല ശക്തമാക്കി നിർത്തുന്നു, വ്യോമസേനയോട് തയ്യാറായി നിൽക്കാനായിട്ട് പറയുന്നു, ജാഗ്രത പാലിക്കാൻ പറയുന്നു? എവരാണ് ഈ അറ്റാക്ക് നടത്തിയത് എന്നുള്ളെങ്കിൽ ഇവരെന്തുകൊണ്ട് ഭയന്ന് പിന്മാറുന്നത് എന്താണ്? പാകിസ്ഥാൻ എന്താണ് ഈ ഭയക്കുന്നത് എന്താണ്? അല്ല, ഭയക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് തിരിച്ചടി ഭയങ്കരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അവർ അതിർത്തിയിലുള്ള സൈനിക പോസ്റ്റുകളെല്ലാം അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ച ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ മുഴുവൻ ഇപ്പോഴും നിൽക്കുന്നത്. അത് മാറിയിട്ടുണ്ട് അവർക്ക്. ഇനി സർജിക്കൽ സ്ട്രൈക്ക് അല്ല വരാൻ പോകുന്നത്, പാക് അധിനിവേശ കാശ്മീരാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഇപ്പോൾ അവർക്കുണ്ട്. അത് മാത്രമല്ല, ബലൂചിസ്ഥാനിലും വലിയ ഇഷ്യൂസ് ഉണ്ടാകും എന്നവർക്ക് ഒരു വലിയ തോന്നൽ. അത് വരാനുള്ള കാരണം ഞാൻ അതാ പറഞ്ഞത്. ബാലക്കോട്ടിലും മുറിയിലും ഒക്കെ നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ ഇന്ത്യക്കാർക്ക് പോലും അങ്ങനെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് മോദി നടത്തുമെന്നൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷെ മോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യ ഏത് നിമിഷം കയറി അടിക്കുമെന്നുള്ളത്. പക്ഷെ അന്ന് ഈ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, അന്ന് ട്രംപ് ആയിരുന്നു, അദ്ദേഹം പാകിസ്ഥാനുമായിട്ട് നല്ല ടേംസിൽ ഇരിക്കുന്ന സമയം കൂടെ ആയിരുന്നത്. അപ്പം അതിനെ ഒരു പരിധി വരെ ഇന്ത്യ തടയാൻ ഒരു പരിധി വരെയൊക്കെ, അതായത് നമ്മളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിധി വരെയൊക്കെ ട്രംപാണ് ശ്രമിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ആ കഥ മാറി. ഇന്ന് ഒരു 4 വർഷം കൊണ്ട്, ഇല്ല 5 വർഷം കൊണ്ട് അതിന്റെ പിക്ചർ മുഴുവൻ മാറിയിട്ട് ഇന്ത്യക്കാർക്ക് ഇന്ന് നരേന്ദ്രമോദി 100% വിശ്വാസമാണ്. അതാണ് ധനുഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീരിൽ, ശ്രീനഗറിലും ഒക്കെ ജനങ്ങൾ ഇറങ്ങി നിന്നിട്ട് മൈക്കിൽ, പള്ളിയിൽ കൂടെ, അതായത് എനിക്കൊരു കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ പള്ളിയിൽ കൂടെ, സാധാരണ മുസ്ലിം ദേവാലയങ്ങളിൽ കൂടെ ഇങ്ങനെയുള്ള ആഹ്വാനങ്ങളൊന്നും അവർ നൽകാറില്ല. അപ്പൊ പള്ളിയിൽ കൂടെ വിശദമായിട്ട് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുന്നു, തിരിച്ചടിക്കണം, അവന്മാരെ കൊല്ലണമെന്ന്. അതാ മോദിയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. അതാണ് ഈ പതിവിന് വിരുദ്ധമായി കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനം കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്നത്. അപ്പൊ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ലോകത്തെ വമ്പൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോട് അടിക്കാൻ പറയുകയാണ്. അന്ന് ഇന്ത്യ റിക്വസ്റ്റ് ഇടുകയാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യം എന്നല്ല, ഏത് രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായി സൗഹൃദ രാഷ്ട്രങ്ങളെ അറിയിക്കുക എന്നൊരു രീതിയുണ്ട്. അതൊരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളൊരു മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ അത് ആദ്യം അറിയുന്ന ഒരു രാജ്യം റഷ്യ ആയിരിക്കും. സ്വാഭാവികമായി തന്നെ ഇപ്പൊ സൈനിക സഹകരണം മറ്റുമൊക്കെ ഉള്ളപ്പോൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരു സൂചന കൊടുക്കുമായിരിക്കും. ഏത് രീതിയിലുള്ള അറ്റാക്കാണെന്ന് ഇവർ ആരും പറയാൻ സാധ്യതയില്ല. ഞങ്ങൾ തിരിച്ചടിക്കുന്ന ഒരു സൂചന ഇവർക്കെല്ലാം കൊടുക്കും. അപ്പം പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ സംഭവത്തിന് ശേഷം ആ രാജ്യങ്ങളാണ് സൂചന തരുന്നത് ഇന്ത്യ അടിക്കുമെന്നുള്ള സൂചന. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണ ഞങ്ങൾ തരുന്നുണ്ട്. സൗദിയൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ അമേരിക്ക, ഇസ്രായേൽ, ജർമ്മനി, ഇംഗ്ലണ്ട്,
റഷ്യ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പൊ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ ജനങ്ങളോടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സൈനിക പോസ്റ്റുകളൊക്കെ പിൻവലിച്ചു. പിന്നെ നമ്മുടെ വ്യോമസേനയൊക്കെ തയ്യാറായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് അവർ ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ള അറ്റാക്ക് ആണ് എന്ന് മാത്രം അറിയില്ല. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ നമ്മുടെ സൈനിക വിന്യാസവും ഒക്കെ കാശ്മീരിൽ നമ്മൾ വളരെ ശക്തമാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയാം. ഈ അടുത്ത് നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു. ലഡാക്കിൽ ഉണ്ടായിരുന്ന നമ്മുടെ സൈനികരുണ്ട്, ഈ പർവ്വത പ്രദേശങ്ങളിലൊക്കെ യുദ്ധം ചെയ്തിട്ടുള്ള സൈനികരുണ്ട്. അപ്പൊ ഈ ചൈനയുമായിട്ടുള്ള നമ്മുടെ ഇപ്പൊ ടെൻഷൻ കുറഞ്ഞതുകൊണ്ട് ആ സൈനികരെ നമ്മളിപ്പോ കാശ്മീരിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഇന്ത്യ മലയാളം ചെയ്തൊരു വാർത്തയാണ്. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിർത്തികളെല്ലാം സജ്ജമാണ്. അത് ഒരു ശക്തമായ ഒരു അതിലേക്ക് പോകും. ഒരിക്കലും അതൊരു എയർ സ്ട്രൈക്കോ സർജിക്കൽ സ്ട്രൈക്കോ ആകില്ല, പൊരിഞ്ഞ യുദ്ധം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നയതന്ത്ര ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നു, സിന്ധു നദീജല കരാറ് കളയുന്നു. അതായത് നമുക്കിനി അവന്മാരുടെ ഒരു കണക്ഷൻ വേണ്ട. അതായത് ഞങ്ങൾക്കിനി നിങ്ങളോട്ട് അടിച്ചു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളുമായിട്ട് ഇനി നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് ഇല്ല എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് ഭയങ്കരമായി വഷളായി പോകും സാധനം. കാരണം ഇത് കയറി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാകിസ്ഥാന്റെ. കാരണം പാകിസ്ഥാൻ അങ്ങനെ വളരെ ദുർബലമായി നിൽക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാന്റെ ഇപ്പോൾ. കാരണം ബലൂചിസ്ഥാനിൽ നിന്ന് തന്നെ അവരുടെ പാക് പട്ടാളം വലിയ രീതിയിൽ ഭീഷണി നേരിടുന്നുണ്ട്. അവരുടെ അനവധി പട്ടാളക്കാർ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒന്ന് അനങ്ങിയാൽ പോലും അത് താങ്ങാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാന് ഉണ്ടാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം അവിടുത്തെ ജനങ്ങളെ പാകിസ്ഥാൻ 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. അതിൽ ഒന്ന് അവർ പരാജയപ്പെട്ടു. ഒന്ന്, ഇന്ത്യയിലെ കാശ്മീരിലൊന്നും അവിടുത്തെ ജനം ഇങ്ങനെ പരാജയപ്പെടുമെന്ന് അവർ കരുതിയില്ല. കാരണം ഈ ഒരു ഒറ്റ വിഷല് മതി ഐക്യരാഷ്ട്ര സംഘടനയിൽ ഐക്യരാഷ്ട്ര സഭയിലൊക്കെ ഇന്ത്യക്ക് കാണിക്കാനുണ്ട്. കണ്ടില്ല അവിടുത്തെ ജനകുമാരെ ആട്ടി ഓടിക്കുന്നതാണ് കാശ്മീരിമാർ പറയുന്നത് എന്നൊരൊറ്റ സ്ഥാനം മതി. നേരെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാകിസ്ഥാനിലെ ജനത്തിന്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സൈന്യം ഇങ്ങനെ ഒരു കളിക്ക് ഇറങ്ങിയത്. പക്ഷെ ആ ഒരു പിന്തുണ ഇനി കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അവിടുത്തെ ജനം മടുത്തു കഴിഞ്ഞു. കാശ്മീരിലെ ജനം മടുത്തത് എന്തുകൊണ്ടാണ് ഇവന്മാരെ? ഇതിനു മുമ്പൊന്നും അവന്മാര് പരസ്യമായിട്ട് ഇറങ്ങാൻ പേടിയായിരുന്നു ഇവരെ. ഇപ്പൊ അവർ പരസ്യമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായി എന്താണ് സ്വാതന്ത്ര്യമെന്നും എന്താണ് ഈ ജോലി വരുമാനം കിട്ടുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ. പാകിസ്ഥാനിലെ ജനം പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥ. അവരിപ്പോ പഴയതോടെ അന്ധമായിട്ട് പാക് സൈന്യത്തെയോ പാകിസ്ഥാനെയോ ഒന്നും ഇത് ചെയ്യത്തില്ല, സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത. പിന്നെ അവിടുത്തെ ജനമല്ലേ, മിണ്ടാതെ നിൽക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. അത് ഒരു വലിയ സാധ്യതയാണ്. അതായത് POKക്ക് സമയമായി, അതിന്റെ രാശി അടുത്ത് വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നത്. താങ്ക് യു ബിജുട്ടാ.